നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവൽ മെയിൻസിൻ്റെ അസിസ്റ്റന്റ് ജയിലർ എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ ഇപ്പോൾ കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് വീഡിയോയിൽ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തുകൊണ്ട് വീഡിയോസ് വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഒന്ന് വായിച്ചേ. താഴെ പറയുന്നവയിൽ ആരാണ് 1941 ഓഗസ്റ്റ് 14 അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചതെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഇതിൻ്റെ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. കണ്ടല്ലോ, FD റൂസ്വെൽറ്റും ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും അതുപോലെ തന്നെ നമ്മുടെ വിൻസ്റ്റൺ ചർച്ചിലും കൂടിയാണ് എന്ത് ചെയ്യുന്നത് 1941 ഓഗസ്റ്റ് 14 അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെക്കുന്നത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും അതുപോലെ തന്നെ വിൻസ്റ്റൺ ചർച്ചിലുമാണ്. രണ്ടാമത്തെ ചോദ്യം, 1905 റഷ്യൻ വിപ്ലവത്തിൻ്റെ നേതാവ് ആരാണ്? 1905 റഷ്യൻ വിപ്ലവത്തിൻ്റെ നേതാവ് ആരെന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, ഫാദർ ഗപ്പൂൻ ആണ് അല്ലേ. അപ്പോൾ 1905 റഷ്യൻ വിപ്ലവത്തിൻ്റെ നേതാവ് ആരെന്ന് ചോദിച്ചാൽ അത് ഫാദർ ഗപ്പൂൻ ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് പതിവ് കണക്ക് എന്ന കാർഷിക ബജറ്റ് സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ്? തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് പതിവ് കണക്ക് എന്ന വാർഷിക ബജറ്റ് സമ്പ്രദായം കൊണ്ടുവന്നത് ആരെന്നാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. ഓപ്ഷൻ സി മാർത്താണ്ഡവർമ്മയാണ് ശരിയുത്തരമായിട്ട് വരുന്നത്. നാലാമത്തെ ചോദ്യം, തിരുനെൽവേലിയിൽ ബ്രിട്ടീഷ് കളക്ടറായിരുന്ന മിസ്റ്റർ ആഷയെ വധിച്ചത് താഴെ പറയുന്ന വിപ്ലവകാരികളിൽ ആരെന്നാണ് നമ്മുടെ നാലാമത്തെ ചോദ്യം. തിരുനെൽവേലിയിലെ ബ്രിട്ടീഷ് കളക്ടറായിരുന്ന മിസ്റ്റർ ആഷയെ വധിച്ചത് താഴെ പറയുന്നവരിൽ ആര് എന്നാണ് നമ്മുടെ നാലാമത്തെ ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം, വാഞ്ചി അയ്യരാണ് കേട്ടോ. അപ്പോൾ വാഞ്ചി അയ്യരാണ് തിരുനെൽവേലി ബ്രിട്ടീഷ് കളക്ടറായിരുന്ന മിസ്റ്റർ ആഷയെ എന്ത് ചെയ്തത്? വധിച്ചത് അല്ലേ. അഞ്ചാമത്തെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ കാലത്ത് സമാന്തര സർക്കാർ സ്ഥാപിച്ചത് താഴെ പറയുന്ന സ്ഥലങ്ങളിൽ ഏതാണ്? ശ്രദ്ധിക്കുക, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാന കാലത്ത് സമാന്തര സർക്കാർ സ്ഥാപിച്ചത് താഴെ പറയുന്ന സ്ഥലങ്ങളിൽ എവിടെയാണെന്നാണ് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, ബല്ലിയാണ് കേട്ടോ. ബല്ലിയ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത്? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാന കാലത്തിൽ നമ്മുടെ സമാന്തര സർക്കാർ സ്ഥാപിക്കുന്നത് ബല്ലിയയിലാണ്. ഓക്കെ, ആറാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ടുള്ള ലിസ്ട്രസ് താഴെ പറയുന്ന ഏത് രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ട ആൾ എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ലിസ്ട്രസിന്റെ പാർട്ടി ഏതെന്നാണ് ആറാമത്തെ ചോദ്യം. ഓപ്ഷൻ സി ആണ് ശരിയുത്തരം, കൺസർവേറ്റീവ് പാർട്ടിയാണ്. കൺസർവേറ്റീവ് പാർട്ടിയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ലിസ്ട്രസ് അല്ലേ. അടുത്ത ചോദ്യം, ഭൂമിയുടെ ഉൾവശം സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയെന്നാണ് നമ്മുടെ ഏഴാമത്തെ ചോദ്യം. ഇതിൻ്റെ ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഒന്നാമത്തേതും അതുപോലെ തന്നെ മൂന്നാമത്തതുമാണ്. എന്താണ്? ക്രിസ്റ്റനും അതുപോലെ തന്നെ മാൻഡിനും. ഓക്കെ, ക്രസ്റ്റിനും മാൻഡിനും ഇടയിൽ സംക്രമണ മേഖലയാണ് മൊഹറോവിസ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലെ ആവരണം ഉരുകിയ ഘട്ടത്തിലാണ് എന്നാണ് നമ്മുടെ മൂന്നാമത്തേതിലും പറയുന്നത്. ഓക്കെ, അപ്പോൾ 1ഉം 3ഉം മാത്രമാണ് ശരിയുത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഇതിനകത്ത് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത എട്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഊഷ്മള പ്രവാഹങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? എന്താണ് ഊഷ്മള പ്രവാഹങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി എന്നാണ് എട്ടാമത്തെ ചോദ്യം. ഇതിൻ്റെ ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, 3 മാത്രമാണ് കേട്ടോ. കുറേഷ്യോ കറണ്ട്, ബ്രസീലിയൻ കറണ്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ മൂന്നാമത്തെ ഓപ്ഷൻ. അതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഒൻപതാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ കാരേവാസ് ഫോർമേഷനെ കുറിച്ചുള്ള വസ്തുതകളിൽ ഏത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് വസ്തുതകൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? കാരേവാസ് ഫോർമേഷനെ കുറിച്ചുള്ള വസ്തുതകളിൽ ഏത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് നമ്മുടെ ഒൻപതാമത്തെ ചോദ്യം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2 മാത്രമാണ് കേട്ടോ. കാശ്മീരും വടക്ക് പടിഞ്ഞാറ് ഹിമാലയം എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ഇതിനകത്ത് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത പത്താമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. പത്താമത്തെ ചോദ്യം, ഇതിൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ഈ എഴുതുന്ന തന്നെ ഇംഗ്ലീഷും മലയാളവും ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് മലയാളം വായിക്കാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സൺ സിൻക്രണസ് ഉപഗ്രഹങ്ങളെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. സൺ സിൻക്രണസ് സാറ്റലൈറ്റിനെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതെന്നാണ് നമ്മുടെ പത്താമത്തെ ചോദ്യം. ഇതിൽ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, 1ഉം 3ഉം ആണ് കേട്ടോ. 700 മുതൽ 900 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ആൾട്ടിറ്റ്യൂഡ്. അതുപോലെ തന്നെ മൂന്നാമത്തത്, ഭൂവിഭവങ്ങളെ സംബന്ധിച്ച് പ്രയോജനത്തിന് എന്ത് ചെയ്യുന്നു? നമ്മുടെ സൺ സിൻക്രണസ് സാറ്റലൈറ്റുകൾ ഉപയോഗിക്കുന്നു. 11ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ നല്ല ധാന്യങ്ങളെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ 11ാമത്തെ ചോദ്യം വായിച്ചിട്ട് അതിൻ്റെ ഓപ്ഷൻസ് ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിച്ചു നോക്കിയേ.
കിട്ടിയോ? ഇതിൽ 3 മാത്രമാണ് ശരി ഉത്തരം. അരി, ഗോതമ്പ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ നല്ല ധാന്യങ്ങളെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതെന്ന് ചോദിച്ചാൽ അതിൽ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 3 മാത്രം എന്നുള്ളതാണ് കേട്ടോ. അടുത്ത ചോദ്യം നമുക്ക് 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഉക്രൈനിന്റെ പടിഞ്ഞാറൻ അതിർത്തിയെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി എന്നാണ് നമ്മുടെ 12ാമത്തെ ചോദ്യം. 12ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 3 മാത്രം എന്നുള്ളതാണ്. എന്താണ്? ബെലാറസും അതുപോലെ തന്നെ പോളണ്ടും കേട്ടോ. ബെലാറസ്, പോളണ്ട് എന്ന് പറയുന്ന ഈ പോയിന്റാണ് ഇതിനകത്ത് ശരി ഉത്തരമായിട്ട് വരുന്നത്. 13ാമത്തെ ചോദ്യം, GSTയുടെ റേറ്റ് ഉൾപ്പെടെ എല്ലാ പ്രധാന കാര്യങ്ങളിലും വീറ്റോ പ്രയോഗിക്കാവുന്നത് ആരാണ്? ശ്രദ്ധിക്കുക, GSTയുടെ റേറ്റ് ഉൾപ്പെടെ എല്ലാ പ്രധാന കാര്യങ്ങളിലും വീറ്റോ ഉപയോഗിക്കാവുന്നത് ആർക്ക് എന്നാണ് നമ്മുടെ 13ാമത്തെ ചോദ്യം. ഓപ്ഷൻ സി എഴുതിയവർക്ക് ശരി ഉത്തരം. ദേശീയ ധനകാര്യ മന്ത്രിക്കാണ് GSTയുടെ റേറ്റ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും വീറ്റോ പവർ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. മണി മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ലിക്വിഡിറ്റി നൽകാനുള്ള പ്രത്യേക ഉദ്ദേശത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട മണി മാർക്കറ്റ് സ്ഥാപനത്തിന്റെ പേരെന്തെന്നാണ് നമ്മുടെ 14ാമത്തെ ചോദ്യം. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ഇൻ ലിക്വിഡിറ്റി നൽകാനുള്ള പ്രത്യേക ഉദ്ദേശത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട മണി മാർക്കറ്റ് സ്ഥാപനത്തിന്റെ പേര് ചോദിച്ചാൽ DFHI ആണ്. DFHI. 15ാമത്തെ ചോദ്യം, നിതി ആയോഗിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത് അല്ലെങ്കിൽ ശരിയല്ലാത്തത് ഏതെന്നാണ്. ശരിയല്ലാത്തത് ഏത്? നിതി ആയോഗിനെ കുറിച്ച് പറയുന്നതിൽ ശരിയല്ലാത്തതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇന്ന് വായിച്ചു നോക്കിയേ. ഇതിൽ 1, 2, 3 ശരിയാണ്, പക്ഷേ ഡി എന്തല്ല? ശരിയല്ല. 4ാമത്തെയാണ് ഇതിനകത്ത് നിങ്ങൾ ആൻസറായിട്ട് മാർക്ക് ചെയ്യേണ്ടത്. ഓപ്ഷൻ ഡി ആണ് ശരിയല്ലാത്തത്. ഇത് സഹകരണ ഫെഡറലിസത്തിന്റെ ഉത്സാഹത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്. താഴെയുള്ള ഒരു സമീപനമാണ് ഉപയോഗിച്ചത്. അത് ശരിയാണ്. ഇതൊരു ഉപദേശക ചിന്താ ടാങ്കാണ്. ശരിയാണ്. പക്ഷേ ഓപ്ഷൻ ഡി തെറ്റാണ് കേട്ടോ. അടുത്ത 16ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പ്രത്യക്ഷ നികുതിയുടെ പ്രഭാവം എന്തിലാണുള്ളത്? പ്രത്യക്ഷ നികുതിയുടെ പ്രഭാവം എന്തിലാണുള്ളതെന്നാണ് 16ാമത്തെ ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത്. വരുമാനത്തിലാണ് കേട്ടോ. വരുമാനത്തിലാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ തുറന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് തുടക്കമിട്ടത് ആരെന്നാണ് നമ്മുടെ 17ാമത്തെ ചോദ്യം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. മൻമോഹൻ സിംഗ് ആണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ തുറന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് തുടക്കമിട്ടത്. മൻമോഹൻ സിംഗ് ആണ്. 18ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. 18ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ നിത്യഹരിത വിപ്ലവത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഇന്ത്യയിലെ നിത്യഹരിത വിപ്ലവത്തിന്റെ സ്ഥാപകൻ ആരെന്നാണ് 18ാമത്തെ ചോദ്യം. MS സ്വാമിനാഥനാണ് കേട്ടോ ശരി ഉത്തരം. ഈ ഹരിത വിപ്ലവം തന്നെയാണ് നിത്യഹരിത വിപ്ലവം. MS സ്വാമിനാഥനാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം നമ്മുടെ 19ാമത്തെ ചോദ്യം, എന്തിന്റെ സഹായത്തിനും മാർഗനിർദ്ദേശത്തിനും അനുസരിച്ചാണ് ഇന്ത്യൻ രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത് എന്നാണ് നമ്മുടെ 19ാമത്തെ ചോദ്യം. ശരി ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ. പ്രധാനമന്ത്രിയുമായുള്ള മന്ത്രിസഭയാണ്. പ്രധാനമന്ത്രിയായുള്ള മന്ത്രിസഭയുടെ സഹായത്തിനും മാർഗനിർദ്ദേശത്തിനും അനുസരിച്ചാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രവർത്തിക്കേണ്ടത്. 20ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ചർച്ച ചെയ്തതെന്നാണ് 20ാമത്തെ ചോദ്യം. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. ഭാഗം 3-നകത്താണ് എന്ത് ചെയ്യുന്നത്? മൗലിക അവകാശങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഭാഗം 3-നകത്താണ്. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശത്തിന്റെ കീഴിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് നമ്മുടെ 21ാമത്തെ ചോദ്യം. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങൾക്ക് കീഴെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് നമ്മുടെ 21ാമത്തെ ചോദ്യം. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. എന്താണ്? 86ാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമമാണ് അല്ലെ. 86ാം ഭരണഘടനാ ഭേദഗതി നിയമം 2002. 22ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15 എന്ത് കാരണങ്ങളാൽ വിവേചനം നിരോധിക്കുന്നതിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എന്നാണ് നമ്മുടെ 22ാമത്തെ ചോദ്യം. ഇതിനകത്ത് എന്താണ് പറയുന്നത്? മതം, വംശം, ജാതി, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ കാരണങ്ങളാൽ വിവേചനം നിരോധിക്കുന്നതിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? ആർട്ടിക്കിൾ 15 പറയുന്നത്. മതം, വംശം, ജാതി, ലിംഗം, ജനനസ്ഥലം. മതം, വംശം, ജാതി, ലിംഗം, ജനനസ്ഥലം. 23ാമത്തെ ചോദ്യം, 73, 74 ഭരണഘടനാ ഭേദഗതികൾ സൂചിപ്പിക്കുന്നത് എന്താണ്? 73ഉം 74ഉം എന്താണ് പറയുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലെ. പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളെയും കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? 73, 74 പറയുന്നത്. 24ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാമല്ലോ. 24ാമത്തെ ചോദ്യം ഒന്ന് വായിച്ചേ. പൊതു താൽപര്യ ഹർജി ഡാഷിൽ ഫയൽ ചെയ്യാം. പൊതു താൽപര്യ ഹർജി എന്തിലാണ് ഫയൽ ചെയ്യേണ്ടത്? സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലാണ് എന്ത് ചെയ്യേണ്ടത്? പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്യേണ്ടത്. ഓപ്ഷൻ സി ആണ് 24ന്റെ ശരി ഉത്തരം. 25ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിലെ യൂണിയൻ പാർട്ടിയിൽ താഴെ പറയുന്നവ ഏതൊക്കെ ഉൾപ്പെടുന്നു? ശ്രദ്ധിക്കുക. ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിലെ യൂണിയൻ പട്ടികയിൽ താഴെ പറയുന്നവയിൽ ഏതൊക്കെ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചാൽ യൂണിയനകത്ത് എന്തൊക്കെ വരുന്നു? ആയുധങ്ങൾ, തോക്കുകൾ, വെടിമരുന്ന്, സ്ഫോടക വസ്തുക്കൾ എന്നിവയൊക്കെ വരുന്നത് എന്തിനകത്താണ്? യൂണിയൻ ലിസ്റ്റിനകത്താണ് വരുന്നതെന്ന് അറിഞ്ഞിരിക്കുക. യൂണിയൻ ലിസ്റ്റിനകത്ത് ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിനകത്താണ് യൂണിയൻ ലിസ്റ്റൊക്കെ വരുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്നതാണ് എന്തൊക്കെ? ആയുധം, തോക്ക്, വെടിമരുന്ന്, സ്ഫോടക വസ്തുവൊക്കെ യൂണിയൻ ലിസ്റ്റിനകത്താണ് വരുന്നത്. അടുത്ത 26ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാമല്ലോ. 26ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ
എത്ര ഔദ്യോഗിക ഭാഷകൾ അംഗീകരിച്ചിട്ടുണ്ട്? 8ാമത്തെ ഷെഡ്യൂളിലാണ് ഭാഷകളെക്കുറിച്ച് പറയുന്നത്. അതിനകത്ത് 22 ഔദ്യോഗിക ഭാഷകളെക്കുറിച്ചാണ് അംഗീകരിച്ചിട്ടുള്ളത് കേട്ടോ. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഇരിപ്പിടം അല്ലെങ്കിൽ ആസ്ഥാനം എവിടെയെന്നാണ് നമ്മുടെ 27ാമത്തെ ചോദ്യം. ഉത്തരം എ ആണ് ശരി ഉത്തരം, ഹേഗ് ആണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ഹേഗ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്ത 28ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. 28ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ആർട്ടിക്കിൾ 323A സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ് നമ്മുടെ 28ാമത്തെ ചോദ്യം. ഇതിൽ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. നമുക്ക് നോക്കാം 323A എന്താണ് പറയുന്നത്. അത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകളുടെ ഭരണഘടനയുമായി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകളുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ ഈ ആർട്ടിക്കിൾ ചർച്ച ചെയ്യുന്നില്ല എന്ന് പറയുന്നത് എന്താണ്? 23A റിലേറ്റ് ചെയ്തിട്ട് ശരിയായിട്ടുള്ള പോയിന്റുകളാണ്. ഇരുപത്തിയൊൻപതാമത്തെ ചോദ്യം വായിച്ചല്ലോ. അടുത്ത നമുക്ക് 29ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 29ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഏതെന്ന് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. 30ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഏതെന്ന് നോക്കുകയാണെങ്കിൽ 30ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. 31ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് കേട്ടോ. 31 ഓപ്ഷൻ സി ആണ്. ഇതിന്റെ ശരി ഉത്തരവും അതുപോലെ തന്നെ ചോദ്യവും നമ്മുടെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആയിരിക്കും. ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, ടെലഗ്രാം ചാനലിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക. ശേഷം എന്ത് ചെയ്യുക, ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. 32ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. 32ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 33ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. 34ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഏതെന്ന് നോക്കുകയാണെങ്കിൽ 34 ഓപ്ഷൻ സി ആണ് 34ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം. അടുത്ത 35ാമത്തെ ചോദ്യമാണ്. 35ാമത്തെ ചോദ്യം ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഇതിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. 36ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 36ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 36ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം. 37ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. 37ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 38ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം. 38ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത 39ാമത്തെ ചോദ്യം. 39ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 40ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരമായിട്ട് വരുന്നത് ഏത് നോക്കാം. 40ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. 40ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം. 41ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 41ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം. അടുത്ത 42ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 42ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. 43ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത 44ാമത്തെ ചോദ്യം. 44ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. 44ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം. 45ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരത്തിലേക്ക് നമുക്ക് കടക്കാം. 45ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 45ാമത്തെ ചോദ്യം. 46ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. 46ാമത്തെ ചോദ്യം നമ്മുടെ നോബൽ പ്രൈസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. നോബൽ പ്രൈസ് 2021 കുറിച്ചാണ്. 2022 കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരെ നമ്മുടെ പ്ലേലിസ്റ്റിലേക്ക് ഒന്ന് കയറുക. അപ്പോൾ നമ്മുടെ 46ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നമ്മുടെ എന്താണ് കാറ്റലിസ്റ്റിനെ കുറിച്ചാണ്, ഓർഗാനോ കാറ്റലിസ്റ്റിനെ കുറിച്ചാണ് നമ്മുടെ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ബെഞ്ചമിൻ ലിസ്റ്റിനും ഡേവിഡ് മാക്മില്ലനും ലഭിക്കുന്നത്. അതുപോലെ തന്നെ സാത്രിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ശരി ഉത്തരം അറിയാം. ഓപ്ഷൻ ബി ആണ്. 48ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. 48ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരമായിട്ട് വരുന്നത് ഏതെന്ന് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ്. 48ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത്. അടുത്ത 49ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 49ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ്. അടുത്ത 50ാമത്തെ ചോദ്യം. ഒരു ഹാൻഡ്ബോൾ ഗെയിംസിൽ ഓരോ ടീമിലും 7 പേരാണുള്ളത്. അടുത്ത 51ാമത്തെ ചോദ്യം തൊട്ട് മാത്സ് ആണ്. അപ്പോൾ 51ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. 52ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്ത 53ാമത്തെ ചോദ്യം അല്ലേ. അടുത്ത 53ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. 53ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം. 54ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത 55ാമത്തെ ചോദ്യം. 55ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. 55ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം. അടുത്ത 56ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. 56ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 56ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം. അടുത്ത 57ാമത്തെ ചോദ്യമാണെങ്കിൽ അത് ഓപ്ഷൻ സി ആണ്. 58ഉം ഓപ്ഷൻ സി തന്നെയാണ്. 59ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. 60ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. 61 ആണെങ്കിൽ ഓപ്ഷൻ സി ആണ്. 61 ആണെങ്കിൽ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത 62ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 62ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. 62ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം. പിന്നെ അങ്ങോട്ട് സ്പെഷ്യൽ ടോപ്പിക് ആണ്. അടുത്ത 63ാമത്തെ ചോദ്യം. 63ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 63ാമത്തെ ചോദ്യം. 64ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 64ാമത്തെ ചോദ്യം 63ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്.
അടുത്ത 64ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ സി തന്നെയാണ്. ഓക്കെ, കറക്റ്റ് ആണ്. അടുത്ത 65ാമത്തെ ചോദ്യം, കേരളത്തിൽ അതീവ സുരക്ഷാ ജയിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് നമ്മുടെ 65ാമത്തെ ചോദ്യം. അതിന്റെ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. 66ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം 66ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 66ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്. അടുത്ത 67ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 67ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 67ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം. 68ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 68ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം. അടുത്ത 69ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത 70ാമത്തെ ചോദ്യമാണ്. 70ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 70ാമത്തെ ചോദ്യം. 70ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്. 70ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്. 70ാമത്തെ ചോദ്യം. ഇത് 71 ആണ്. 71ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. 60 ആണ് 71ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം. 72ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 72ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ്. അടുത്ത 73ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 73ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 74ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 74ാമത്തെ ചോദ്യം. 75ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 75ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്ത 76ാമത്തെ ചോദ്യം. 76ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. 76ാമത്തെ ചോദ്യം. അടുത്ത 77ാമത്തെ ചോദ്യം. 77ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. 77ാമത്തെ ചോദ്യം. 78ാമത്തെ ചോദ്യത്തിന്റെ ആണെങ്കിൽ ഓപ്ഷൻ ഡി ആണ്. 79ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം വരുന്നത് നമുക്ക് നോക്കാം. 79ാമത്തെ ആണെങ്കിൽ ഓപ്ഷൻ ഡി ആണ്. 79ാമത്തെ ചോദ്യം. അടുത്ത 80ാമത്തെ ചോദ്യമാണ്. 80ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 80ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്. അടുത്ത 81ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. 81ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം പിന്നെ അങ്ങോട്ട് ഇംഗ്ലീഷും മലയാളവുമാണ് നമുക്കുള്ളത്. അതിൽ 81ാമത്തെ ചോദ്യമാണെങ്കിൽ ഓപ്ഷൻ സി ആണ്. 81 ഓപ്ഷൻ സി ആണ്. 82 ആണെങ്കിൽ ഓപ്ഷൻ ബി ആണ്. 83 ഓപ്ഷൻ ബി തന്നെയാണ്. 84 ആണെങ്കിൽ ഓപ്ഷൻ ഡി ആണ്. 85ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരമാണെങ്കിൽ ഓപ്ഷൻ സി ആണ്. 85ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. 86ാമത്തെ ചോദ്യമാണെങ്കിൽ ഓപ്ഷൻ ബി ആണ്. 87ാമത്തെ ചോദ്യമാണെങ്കിൽ ഓപ്ഷൻ എ ആണ്. അടുത്ത 88ാമത്തെ ചോദ്യം. 88ാമത്തെ ചോദ്യമാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ്. 88ാമത്തെ ചോദ്യം. 89ാമത്തെ ചോദ്യമാണെങ്കിൽ ഓപ്ഷൻ ബി ആണ്. 89ാമത്തെ ചോദ്യം. അടുത്ത 90ാമത്തെ ചോദ്യമാണെങ്കിൽ ഓപ്ഷൻ എ ആണ്. 90ാമത്തെ ചോദ്യം. പിന്നെ അങ്ങോട്ട് 10 ചോദ്യങ്ങൾ മലയാളമാണ്. നമുക്ക് നോക്കാം. 91ാമത്തെ ചോദ്യം. 91ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. 91ാമത്തെ ചോദ്യം. 92ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 93ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 93ാമത്തെ ചോദ്യവും 92ാമത്തെ ചോദ്യവും ഓപ്ഷൻ ഡി തന്നെയാണ്. 94ാമത്തെ ചോദ്യമാണെങ്കിൽ ഓപ്ഷൻ നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി ആണ്. 94ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത 95ാമത്തെ ചോദ്യം. 95ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരത്തിലേക്ക് നമുക്ക് കിടക്കാം. 95ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. 96ാമത്തെ ചോദ്യമാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ്. 96ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ്. 97 ആണെങ്കിൽ അത് ഓപ്ഷൻ ബി ആണ്. 97 ഓപ്ഷൻ ബി ആണ്. അടുത്ത 98ാമത്തെ ആണെങ്കിൽ ഓപ്ഷൻ ഡി ആണ്. 98. 99 ആണെങ്കിൽ 99ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. അപ്പോൾ നമ്മൾ അടുത്ത ലാസ്റ്റ് 100ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. 100ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഏത് നോക്കുകയാണെങ്കിൽ 100ാമത്തെ ചോദ്യമാണെങ്കിൽ ഓപ്ഷൻ സി തന്നെയാണ് 100ാമത്തെ ചോദ്യം വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 100 ചോദ്യങ്ങൾ. അപ്പോൾ ഈ ചോദ്യങ്ങളും അതിൻ്റെ ആൻസറും നമ്മുടെ മാർക്ക്ഡ് ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയും ഒക്കെ നമ്മുടെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയമുള്ളവർ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊന്ന് മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.